സുബ്ഹാനല്ലാഹ്, ഹോർമുസ് കടലിടുക്കിൽ അതാ കപ്പലുകൾ കൃത്യമായി പോകാനുള്ള സംവിധാനം നിന്നുപോയപ്പോൾ നമ്മുടെ പല ഹോട്ടലുകളും അടയ്ക്കേണ്ടി വന്നില്ലേ? കാരണം എന്താണ്? എല്ലാ മനുഷ്യരും, ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരും പരസ്പരം സഹകരിച്ച് ജീവിക്കണം എന്ന തത്വമാണ് ലോകസത്താവായ പടച്ചവൻ പഠിപ്പിച്ചത്. പാലക്കാട്ടുകാർക്ക് ചിലപ്പോൾ കൊടുത്തത് നെല്ലായിരിക്കാം, കുറ്റ്യാടിക്കാർക്ക് കൊടുത്തത് തേങ്ങയായിരിക്കാം, അതേ കൊടകുകാർക്ക് കൊടുത്തത് കുരുമുളകായിരിക്കാം, വയനാട്ടുകാർക്ക് കൊടുത്തത് കാപ്പിയായിരിക്കാം, വേറൊരു നാട്ടുകാർക്ക് കൊടുത്തത് അതാ പെട്രോളും ഡീസലുമായിരിക്കാം, വേറെ ചിലർക്ക് കൊടുത്തത് മാർബിളിന്റെ കല്ലായിരിക്കാം, മറ്റു ചിലർക്ക് കരിങ്കല്ലായിരിക്കാം, വേറെ ചിലർക്ക് ചെത്തുകല്ലായിരിക്കാം. എല്ലാവരുടെയും സഹകരണവും എല്ലാവരും ഒരുമിച്ചുമുള്ളൊരു ജീവിതം നയിക്കുമ്പോഴാണ് മനുഷ്യന് ഇവിടെ പരിപൂർണമായ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയുന്നത്. നമുക്കതറിയാമല്ലോ സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ കഴിച്ച ഫ്രൂട്ട്സുകൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഫ്രൂട്ട്സ് അല്ല, പലതും പല നാടുകളിലും കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും എല്ലാ മനുഷ്യരുടെയും അധ്വാനങ്ങളും സഹകരണങ്ങളുമുണ്ട്. അവിടെയൊന്നും മതപരമായ വിവേചനങ്ങളില്ല. മനുഷ്യനെന്ന ഒറ്റ കാഴ്ചപ്പാടാണ്. ആ മനുഷ്യൻ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലും സംസ്കരണത്തിലും സംസ്കാരത്തിലും ജീവിക്കേണ്ടവനാണ്. ആ മനുഷ്യനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ നഷ്ടത്തിലാണ്. അവിടെ വേറെയും പല വ്യാഖ്യാനങ്ങളുമുണ്ട്. നന്ദിയില്ലാത്ത മനുഷ്യൻ, അതേപോലെ ഇത്തരം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാത്ത മനുഷ്യൻ, അങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. ഏതായിരുന്നാലും മനുഷ്യവർഗം തന്നെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ. ഞാൻ ചുരുക്കി പറയാണ്, ഈ സൂറത്ത് ഞാൻ പറഞ്ഞല്ലോ മാസങ്ങളോളം സംസാരിക്കേണ്ട സൂറത്താണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ വലിയ നഷ്ടത്തിലാണ്. കാരണം എന്താണ്? നമ്മളും കൊതുകും ഒരുപോലെയാകാൻ പറ്റുമോ? കൊതുക് ഇവിടെ കുറഞ്ഞ സമയം ജീവിച്ച് അതങ്ങ് ചത്തുപോകുന്നു. മഴപ്പാറ്റകൾ അതാ ചില ചെറിയ ദ്വാരങ്ങളിൽ നിന്ന് കയറി വന്ന് അല്പസമയം കഴിയുമ്പോൾ അതിനെ പിന്നെ കാണുന്നില്ല. അതുപോലെ പല ജീവികളും ഇവിടെ ജീവിച്ചങ്ങ് ശരിയായി പോകുന്നു. മനുഷ്യൻ അങ്ങനെയാണെന്ന് വെക്കാൻ പറ്റുമോ? കാരണം ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയാണ് പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന് വേണ്ടിയാണ് പടച്ചത്. അങ്ങനെ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ ജീവികൾ, അതുകൊണ്ടാണല്ലോ കോഴികൾ മുട്ടയിട്ടതിന് ശേഷം അത് പുഴുങ്ങി തിന്നുന്നില്ല. അതേപോലെ പശുവിന്റെ പാല് അതിന്റെ സ്വന്തം കുട്ടി കുടിക്കുമ്പോൾ അതിനെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ കറന്നെടുത്ത് കുടിക്കുമ്പോ അത് തെറ്റാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. അതേ കടലിലുള്ള മത്സ്യങ്ങൾ, കോടിക്കണക്കിന് മത്സ്യങ്ങളെ മനുഷ്യൻ പിടിച്ചുകൊണ്ടുവന്ന് കഴിക്കുമ്പോ അതൊരു തെറ്റാണെന്ന് ആരും പറയുന്നില്ല. കാരണം ലോകത്തുള്ള എല്ലാ ജീവികളും എല്ലാ വസ്തുക്കളും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആനയെ പോറ്റുന്ന മനുഷ്യരുണ്ട്, സിംഹത്തെ വളർത്തുന്ന മനുഷ്യരുണ്ട്, പുലിയെ പോറ്റുന്ന മനുഷ്യരുണ്ട്, പാമ്പിനെ വളർത്തുന്ന മനുഷ്യരുണ്ട്. അതിന് പകരം മനുഷ്യനെ വളർത്തുന്ന ആനയില്ല, മനുഷ്യനെ വളർത്തുന്ന സിംഹമില്ല, പുലിയില്ല, നരിയില്ല, പാമ്പില്ല. മനുഷ്യന് അധീനപ്പെടാത്തതൊന്നുമില്ല. എല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ആ മനുഷ്യൻ അവൻ മറ്റുള്ള ജീവികളെ പോലെ ആകാൻ പറ്റുമോ? ആ മനുഷ്യൻ അവന്റെ വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. ഈ ലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ആലോചിക്കണം. ലോകസട്ടാവിനെ അവൻ അറിയാൻ കഴിയണം. അങ്ങനെ ഇല്ലല്ലദീന ആമനൂ. വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാത്തവർക്കാണ് നഷ്ടം. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്.
എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാ പോരാ. വഅമിലു സാലിഹാത്ത്, നല്ല കർമ്മങ്ങൾ നിർവഹിക്കുന്നവനാകണം, നല്ല കർമ്മങ്ങൾ നിർവഹിക്കുന്നവനാകണം. അങ്ങനെ വിശ്വാസവും സൽക്കർമ്മങ്ങളും ഉണ്ടാകണം. അതില്ലെങ്കിൽ മനുഷ്യൻ നഷ്ടത്തിലാണ്, കാലം സാക്ഷിയാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലു സാലിഹാത്ത്. ഓ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ലോകസട്ടാവായ പടച്ചവന്റെ മുമ്പിൽ 5 നേരം നമ്മൾ ഹാജരാകണം. ആ 5 നേരം 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ആ നിസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ സമ്പത്തുകളിൽ നിന്ന് പാവപ്പെട്ടവർക്കൊരു വീതം കൊടുക്കണം, സാധുക്കളെ സഹായിക്കണം. നമുക്ക് വേണ്ടി മാത്രം തന്നതല്ല പടച്ചവൻ സ്വത്ത്, സാധുക്കളെ സഹായിക്കണം, ആവശ്യത്തിന് ചെലവഴിക്കണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ആവശ്യമുള്ളതിന് ചെലവഴിക്കണം, ആവശ്യമുള്ള സ്ഥലത്ത് ചെലവഴിക്കണം. പോരാ, അതിന്റെ പുറമേ അതേ ലോകസ്ഥാവായ പടച്ചവൻ കൽപ്പിച്ച നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. മനുഷ്യൻ റമദാനിൽ നോമ്പെടുക്കണം. മൂമിനായ മുസ്ലിമായ മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് നമ്മുടെ മതമനുസരിച്ച് അവർ ജീവിക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഒരു അമുസ്ലിം സഹോദരനോട് നീ നിസ്കരിക്കണമെന്ന് പറയാറില്ലല്ലോ, നീ നോമ്പെടുക്കണമെന്ന് പറയാറില്ല. ഓരോരുത്തരും നിസ്കരിച്ചിട്ടും അവിടെ ഫലവും ഇല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അവരെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ പറയുകയില്ല. ഇന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി നിസ്കരിക്കണം, അവർ നോമ്പെടുക്കണം, അവര് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. എന്നാൽ സാമൂഹ്യമായി മുസ്ലിമും അമുസ്ലിമും എല്ലാവരും ചെയ്യേണ്ട ഒരുപാട് സാമൂഹ്യമായ കർമ്മങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് രോഗമുണ്ടായാൽ സന്ദർശിക്കണം. രോഗമുണ്ടായാൽ സന്ദർശിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഡോക്ടറായിട്ടല്ല, ആ രോഗിയെ സമാശ്വസിപ്പിക്കാനാണ്. അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ രോഗിയെ സന്ദർശിക്കണം. അതേപോലെ മരണപ്പെട്ടാൽ ആ വീട്ടിൽ പോകണം. ആ മരണപ്പെട്ട ഡെഡ് ബോഡി, ആ ഡെഡ് ബോഡിക്ക് പരിചരണങ്ങൾ നടത്തേണ്ടത് നടത്തണം. ഇതുപോലെ പാവപ്പെട്ടവനെ സഹായിക്കണം. അവന്റെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പറ്റില്ല, അവനെ സഹായിക്കണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തില്ല, ഔസാനി ഖലീലി ബിസബ്ഇൻ, 7 കാര്യം എന്നോട് നബി തങ്ങൾ വസിയ്യത്ത് ചെയ്തു. അതിലൊന്നാണ് ഔസാനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുബി മിൻഹും, പാവപ്പെട്ടവനെ സ്നേഹിക്കണം, പാവപ്പെട്ടവനുമായി അടുക്കണം. അതെ, വിഐപികളുടെ അടുത്ത് പോയി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യം. അതേസമയത്ത് ഈ നാട്ടിലൊരു പാവപ്പെട്ട മനുഷ്യന്റെ യാതൊരു കുഴപ്പവും സൃഷ്ടിക്കാതെ നല്ല വിനയാന്യതിനായി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടണമെന്ന് ആരും ആലോചിക്കില്ല. കാരണം അയാളുമായിട്ട് അടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിഹിബ്ബിൽ മസാകീനി വദ്ദുനൂബി മിൻഹും, പാവപ്പെട്ടവരുമായി അടുക്കണം എന്നതിന്റെ പ്രിയപ്പെട്ട നബി എന്നോട് വസിയ്യത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കണം. ഔസാനി ഖലീലി ബിസബഇൻ ബിഹിബ്ബിൽ മസാകീനി വദ്ദുനൂബി മിൻഹും. അതേപോലെ വഅൻ അൻദുറ ഇലാ മൻ ഹുവ വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി വഅൻ അൻദുറ ഇലാ മൻ ഹുവ തഹ്തി, താഴെയുള്ളവരിലേക്ക് നോക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് വന്ന് താഴെ നോക്കണമെന്നല്ല. സാമ്പത്തിക രംഗത്തും മറ്റും പ്രയാസങ്ങളുള്ളവരെ നോക്കി അവർക്ക് അങ്ങനെ പ്രയാസമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും, രണ്ടാമത്തേത് എനിക്ക് പഠിച്ചവൻ ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊക്കെ നന്ദി ചെയ്യണമല്ലോ എന്ന ബോധത്തോടെ ജീവിക്കുകയും വേണം. മേലെയുള്ളവരിലേക്ക് നോക്കരുത്, താഴെയുള്ളവരിലേക്ക് നോക്കണം. അതേപോലെ അപ്പൊ നല്ല സമാധാനം ഉണ്ടാവും. അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ വസിയ്യത്തുകളുണ്ട്. ആ വസിയ്യത്തുകൾ ഒരുപാടുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അതേപോലെ നമ്മൾ എല്ലാ ജീവികളോടും കാരുണ്യം വേണം. പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ പിടിച്ച് കെട്ടിയിട്ടതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ നബി തങ്ങൾ തന്നെ പറഞ്ഞു, നായക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കണം. എല്ലാ മനുഷ്യരോടും മാത്രമല്ല, എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കണം. കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം,
അങ്ങനെ നമ്മൾ എല്ലാ നല്ല കാര്യത്തിലും മുൻപന്തിയിലുണ്ടാകും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അതോടുകൂടെ തന്നെ നമ്മൾ സത്യം, ശരി, ആ ശരി അത് ഉൾക്കൊള്ളുന്നവരാകണം. തവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ശരി ഉൾക്കൊള്ളണം. ആ ശരി ഉൾക്കൊള്ളുന്നതോടുകൂടെ തന്നെ ആ ശരിയായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി ശരിയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ വെറും നമ്മളെ കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ. ഒരാൾ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നവനുണ്ടെങ്കിൽ അവനെ ആ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്ന് നമ്മൾ പരിശ്രമിക്കുകയും അവനെ ഉപദേശിച്ച് നന്നാക്കിയിട്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ ചികിത്സ കൊടുത്തിട്ടെങ്കിലും അവനെ ലഹരിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ നോക്കണം. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗത്തെ പോലെയായി പോയാൽ, അതായത് വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും കാണുന്ന പെണ്ണിനെ പ്രേമിക്കുന്നവനായ, അല്ലെങ്കിൽ നേരെ തിരിച്ച് കാണുന്ന ആണുങ്ങളെ ചാറ്റ് ചെയ്യുന്ന പെണ്ണായി പോയാൽ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി നോക്കണം. അതേപോലെ എവിടെയെങ്കിലും ഭീകരവാദമോ തീവ്രവാദമോ വർഗീയതയോ വളരുന്നുണ്ടെങ്കിൽ അതിനെതിരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ലോകത്ത് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നിലനിൽപ്പ് ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോടുള്ള മതിപ്പാണ്. ഇല്ലെങ്കിൽ ഇവിടെ പ്രസ്ഥാനം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രസ്ഥാനത്തിലുള്ളവരും ഏത് വിഭാഗത്തിലുള്ളവരും അവരെ നേതാക്കളോട് അവർക്ക് വലിയ ബഹുമാനം ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ ആ പ്രസ്ഥാനം ഉണ്ടാവില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെയുള്ള അമുസ്ലിം സഹോദരന്മാരാരും നിന്ദിച്ച് സംസാരിക്കാറില്ല. മുഹമ്മദ് നബി ഒരു കേവല നമ്മൾ പോലത്തെ ഒരു മനുഷ്യനാണ് ഇവിടെ ഹൈന്ദവർ പറയാറില്ല, ക്രൈസ്തവർ പറയാറില്ല. അത് പറയുന്ന ആരാണ്? അത് പുത്തൻവാദികളാണ്, മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം കൃത്യമായി ജനങ്ങൾക്കിടയിൽ വിവരിക്കണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഒരു മനുഷ്യൻ സത്യം പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകും. അവിടെ ക്ഷമിച്ചു നിൽക്കണം. ക്ഷമിക്കാൻ വേണ്ടി പരസ്പരം ഉപദേശിക്കണം. ഒരു മനുഷ്യൻ സുബഹിക്ക് എഴുന്നേൽക്കാൻ നല്ല ക്ഷമ വേണം. അതുപോലെ ഒരാൾ ഇങ്ങോട്ടെന്തെങ്കിലും ചെയ്താൽ തിരിച്ചടിക്കാതിരിക്കണമെങ്കിൽ അതിന് ക്ഷമ വേണം. അതുപോലെ എല്ലാ വിഷയത്തിലും നല്ല ക്ഷമ വേണം. അങ്ങനെ ക്ഷമ കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുന്നവരാകണം. സുഹൃത്തുക്കളെ, മാങ്ങയുള്ള മാവ്, മാങ്ങാമരം, ആ മാങ്ങ നല്ല പഴുത്ത മാങ്ങ വീണ് കിട്ടുമ്പോൾ സ്വാഭാവികമായും അതിന് ചെറുപ്പക്കാർ കുട്ടികൾ കല്ലെറിഞ്ഞു എന്ന് വരും. ആ കല്ലേറ് കിട്ടുമ്പോൾ ആ മാവ് മാങ്ങാമരം പകരം മാങ്ങ കൊടുക്കുന്ന പതിവാണ്. ഇതുപോലെ ദുൽ ഇൽമി യഹ്മിലു കുല്ല ത്വഇനി ഫീഹി വലാ ദുത്വഇനി മിൻഹു യറാ ശൈഅൻ സിവൽ ഖൈരി. നല്ലത് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോ കള്ളു കുടിക്കരുത് നിർമ്മിക്കും കുടിക്കുന്നവന് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. അതുപോലെ തന്നെ തെറ്റിയുന്നവർക്ക് പ്രയാസമുണ്ടാകും. അവർ കല്ലെടുത്തെറിയുന്നതിന് പകരം അതാ ചിലപ്പോൾ നാവ് കൊണ്ട് ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കല്ലെന്നെടുത്തെറിയും. അങ്ങനെ വരുമ്പോൾ പകരം മാങ്ങ കൊടുക്കുകയല്ലാതെ, മധുരമുള്ള ആശയം കൊടുക്കുകയല്ലാതെ പകരം അതാ തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടാൻ പാടില്ല. ഖുർആൻ അതാ പറഞ്ഞത്, ഇദ്ഫഅ ബില്ലതി അഹ്സൻ വൈദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്നോട് ശത്രുത വെക്കുന്നവരോട് നീ നന്മ കൊണ്ട് ഉപരോധിക്കണം എന്ന് ഖുർആൻ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല.